തിരുവമ്പാടിയുടെ പ്രസിദ്ധമായ മഠത്തിൽ വരവ് പഞ്ചവാദ്യം. സംസ്ഥാനത്ത് കൊടും ചൂട് ശമനമില്ലാതെ തുടരെ ആശങ്ക ഇരട്ടിപ്പിച്ച് അൾട്രാവയലറ്റ് സൂചിക ഉയരുകയാണ്. 5 സ്റ്റേഷനുകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കൊട്ടാരക്കര, കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, മൂന്നാർ എന്നിവിടങ്ങളിലാണ് ഓറഞ്ച് അലർട്ട്. 4 സ്റ്റേഷനുകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹാൻസ് ജോൺ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഹാൻസ് ജോൺ, ഒരു സെൽഫ് ലോക്ക്ഡൌണിന്റെ കാര്യമൊക്കെ നേരത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായും നമ്മളൊക്കെ അത് അനുവർത്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. കാരണം ഓറഞ്ച് അലർട്ടൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. UV സൂചിക അതിൽ അതിഭീകരമായി ഉയരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ശ്യാമിലി, ഈ ആരോഗ്യവകുപ്പ് പറയുന്നത് പോലെ തന്നെ കൃത്യമായ സമയങ്ങളിൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ സെൽഫ് ലോക്ക്ഡൗൺ വേണമെന്ന് തന്നെയാണ് ഈ കണക്കുകൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. കാരണം താപനില ഉയരുന്നതനുസരിച്ച് ഈ അൾട്രാവയലറ്റ് സൂചികയും ഉയരുകയാണ്. ഈ അൾട്രാവയലറ്റ് സൂചിക ഉയരുന്നതനുസരിച്ച് ഈ സൂര്യാതപം ഉണ്ടാകാനും ത്വക്ക് രോഗത്തിനും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. അതുകൊണ്ട് തന്നെ സുരക്ഷാ മുൻകരുതലുകൾ ജനങ്ങൾ സ്വീകരിക്കണമെന്നാണ് ആരോഗ്യവകുപ്പും അതിനോടൊപ്പം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 5 സ്റ്റേഷനുകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊട്ടാരക്കര, കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, മൂന്നാർ എന്നിവിടങ്ങളിലാണ് ഓറഞ്ച് അലർട്ട്. 4 ഇടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കളമശ്ശേരി, തൃത്താല, പൊന്നാനി, മാനന്തവാടി എന്നിവിടങ്ങളിലാണ് യെല്ലോ അലർട്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 9 സ്ഥലങ്ങളിൽ 14 ജില്ലകളിലെ 9 സ്ഥലങ്ങളിൽ ഇതിനോടകം തന്നെ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന നിർദ്ദേശമനുസരിച്ച് ഈ യെല്ലോ അലർട്ട് എന്ന് പറയുന്നത് മുൻകരുതൽ സ്വീകരിക്കാനുള്ള അറിയിപ്പാണ്. അതേസമയം ഓറഞ്ച് അലർട്ട് എന്ന് പറയുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം, ഗൗരവകരമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഓറഞ്ച് അലർട്ട് ഉള്ള സ്ഥലങ്ങളിലുള്ളത്. ഇനിയിപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് റെഡ് അലർട്ടിലേക്ക് ഇത് കടക്കുമോ എന്നുള്ളതാണ്. ഏറ്റവും ഗുരുതരമായ സാഹചര്യമാണ്. നേരിട്ട് സൂര്യപ്രകാശം ശരീരത്തിൽ ഏറ്റാൽ അത് ഒഴിവാക്കണം എന്നാണ് ഈ റെഡ് അലർട്ട് വന്നു കഴിഞ്ഞാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. എന്തായാലും താപനില ഉയരുന്നു, അതിനോടൊപ്പം തന്നെ അൾട്രാവയലറ്റ് സൂചികയും ഉയരുന്ന പശ്ചാത്തലമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ആരോഗ്യ വകുപ്പും അതിനോടൊപ്പം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. ശ്യാമിലി, ഈ ആരോഗ്യവകുപ്പ് കൈക്കൊണ്ടിരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ്? കാരണം ഇത്രയധികം ചൂട് കൂടുമ്പോൾ തീർച്ചയായും ആളുകൾക്ക് സെൽഫ് ലോക്ക്ഡൗൺ തന്നെ പാലിക്കുന്നതിന് ഒരു പരിമിതിയൊക്കെ ഉണ്ട്. എല്ലാവർക്കും തൊഴിലിടങ്ങളിലൊക്കെ എത്തേണ്ടതുണ്ട്. പിന്നെ സഞ്ചാരം ഒഴിവാക്കാൻ കഴിയാത്തവരൊക്കെ ഉണ്ട്. അപ്പോഴും ഈ മുന്നറിയിപ്പുകൾ നൽകുന്നതിനപ്പുറത്തേക്ക് ആരോഗ്യവകുപ്പ് മറ്റെന്തൊക്കെ നടപടികൾ കൂടിയാണ് കൈക്കൊണ്ടിരിക്കുന്നത്? കാരണം സൂര്യാഘാതം, സൂര്യാതപം ഒക്കെ ഏൽക്കുന്നവരുടെ എണ്ണമൊക്കെ നിലവിൽ കൂടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെ അത്തരം കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആശുപത്രിയുമായി ബന്ധപ്പെടുത്തിയൊക്കെ എന്തൊക്കെ തരത്തിലുള്ള മുൻകരുതലും സജ്ജീകരണങ്ങളുമാണ് നിലവിൽ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്? ശ്യാമിലി, ഈ താപനില ഉയരുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള നിർദ്ദേശം ഈ രാവിലെ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ സൂര്യാതാപം നേരിട്ട് ഏൽക്കരുത് എന്നുള്ളത് തന്നെയാണ്. കാരണം ഏറ്റവും അധികം താപനില രേഖപ്പെടുത്തുന്നതും അതിനോടൊപ്പം തന്നെ അൾട്രാവയലറ്റ് സൂചിക ഉയരുന്നതും ഈ സമയങ്ങളിലാണ്. ശ്യാമിലി സൂചിപ്പിച്ചതുപോലെ തന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പരമാവധി സൂര്യാതാപം ഏൽക്കുന്നത് ഒഴിവാക്കുക, അതിനോടൊപ്പം തന്നെ നിർജ്ജലീകരണം ഒഴിവാക്കുക, ഇടവേളകളിൽ വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ പരിഹാരം. ഒപ്പം തന്നെ മറ്റ് നിർദ്ദേശങ്ങളും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അതിനോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പും നൽകുന്നുണ്ട്. പുറംജോലികളിൽ ഏർപ്പെടുന്നവർ, കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിനും ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ, ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവർ, ബൈക്ക് യാത്രക്കാർ, വിനോദസഞ്ചാരികൾ, ചർമ്മരോഗമുള്ളവർ, നേത്രരോഗമുള്ളവർ, ക്യാൻസർ രോഗികൾ, മറ്റ് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വിഭാഗങ്ങൾ തുടങ്ങിയവർ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നാണ് വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. പകൽ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ശരീരം മുഴുവൻ മറയുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതും ഉചിതമായിരിക്കും എന്നുകൂടി വകുപ്പ് അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ നീണ്ട യാത്രകളിൽ എന്ത് ചെയ്യും എന്നുള്ളത് ഒരു ചോദ്യമാണ്. യാത്രകളിലും ഇടവേളകളിലും തണലുകളിൽ വിശ്രമിക്കാൻ ശ്രമിക്കണമെന്നുകൂടി നിർദ്ദേശമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട്, ഈ താപനില ഉയരുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. ശ്യാമിലി.